ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. സംഘകാല കവിതകളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. നഖം കവിതകൾ, മറ്റ് പുറം കവിതകൾ. കുറേ കൂടി ആന്തരികതയുമായി ബന്ധപ്പെട്ടും അവനവനിലേക്ക് തന്നെ തിരിയാനുമുള്ള പ്രേരണയാണ് അകം കവിതകളുടെ ഇന്ധനം. പുറം കവിതകളാവട്ടെ കുറേ കൂടി ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കാനും ആചാരങ്ങളെക്കുറിച്ചോ ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചോ ചർച്ചയിൽ ഏർപ്പെട്ടുമൊക്കെ മുമ്പോട്ട് പോകും. ഈ ഒരു വിഭജനം ഏതൊരു മേഖലയിൽ സാധ്യമാണ്. അകവും പുറവും. മതത്തിനുമുണ്ട് അകവും പുറവും. ഇതിങ്ങനെ രണ്ട് ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ല, പരസ്പരം ബന്ധമില്ലാത്തതല്ല. എന്നിട്ടും നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ തന്നെ ചില മനോഭാവങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ചിലതുമായിട്ട് കുറേ കൂടി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള പ്രേരണ തരുന്നു. ഇൻവേർഡ്നെസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചു. അതിനകത്ത് മകൾ അപ്പനോട് പറയുകയാണ്, അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഒന്നിൻ്റെയും അകം കാണാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാത്തിൻ്റെയും പുറം മാത്രമേ കാണാൻ പറ്റൂ. അപ്പൻ കൊച്ചുമകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മേശയിൽ നിന്നൊരു ആപ്പിൾ എടുത്തിട്ട് രണ്ടായിട്ട് വിഭജിക്കുന്നു. ഇപ്പോഴും കുട്ടി പറയുകയാണ്, ഇത് ഈ അകത്തിൻ്റെ പുറമാണ്, എനിക്ക് കാണേണ്ടത് അകമാണ്. പിന്നെ ആപ്പിളിന് 4 മുറിക്കുന്നു, 8 മുറിക്കുന്നു, 16 മുറിക്കുന്നു. അപ്പോഴും ആ വല്ലാത്ത വിഷമം പിടിക്കുന്ന ഫലിതം ബാക്കിയുണ്ട്. ഏതാണ് അകം, ഏതാ പുറം? അപ്പം അങ്ങനെ വേർതിരിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ രണ്ട് പദങ്ങൾ. എങ്കിൽ പോലും ചിലതിലേക്ക് നമ്മൾ കുറേ കൂടി ഗൗരവം കൊടുക്കേണ്ട ഒരു കാലമായെന്ന് തോന്നുന്നു. ബാഹ്യം, പുറം തുടങ്ങിയ കാര്യങ്ങൾക്കെതിരായിട്ട് വല്ലാതെ വാണിംഗ് നൽകിയിട്ടുള്ള, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരാളായിരുന്നു യേശു എന്ന് എപ്പോഴും ഓർമ്മിക്കണം. ഏതൊരു മതപാരമ്പര്യത്തിനകത്തും ഈ രണ്ട് ധാരകൾ കൃത്യമായിട്ടുണ്ട്. അകമായി ബന്ധപ്പെട്ടും പുറമായി ബന്ധപ്പെട്ടുമുള്ള ആ മനുഷ്യരുടെ ആ സാന്നിധ്യം. ലോകത്ത് 2 തരം മനുഷ്യരുണ്ട്. ഒന്ന് സൂര്യനെ കണക്കുള്ള മനുഷ്യർ, 2 ചന്ദ്രനെ കണക്കുള്ള മനുഷ്യരും. ചന്ദ്രനെ കണക്കുള്ള മനുഷ്യരെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഇങ്ങനെ വലം ചുറ്റി മാത്രം ജീവിക്കേണ്ട ബാധ്യതയുള്ളവരാണ്. അത് ഗുരുവചനങ്ങളായിരിക്കാം, ആചാരങ്ങളായിരിക്കാം, ഗുരുവിനെക്കുറിച്ചുള്ള ഓർമ്മയായിരിക്കാം, അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളായിരിക്കാം. എന്നാൽ വേറെ തരം മനുഷ്യരുണ്ട്. അവർ സൂര്യനെ കണക്കുള്ള മനുഷ്യർ. അവരിൽ നിന്ന് തന്നെ പ്രകാശം കണ്ടെത്തി ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ചന്ദ്രനും സൂര്യനും തമ്മിൽ ഒരു കലഹിക്കേണ്ട ബാധ്യതയില്ല. ഓരോരുത്തരും അവരവർക്ക് നിരക്കുന്ന അവരവരുടെ ട്യൂണിങ്ങിനോ ആറ്റിറ്റ്യൂഡിനോ, നമ്മളുടെ ചെറിയ മക്കളുടെ ഭാഷയിൽ ഫ്രീക്വൻസിക്ക് നിരക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തിയാൽ മാത്രം മതി എന്നുള്ളതൊക്കെ വല്ലാത്തൊരു വിശദീകരണമായിട്ട് ഈ ആചാരന് അനുഭവപ്പെട്ടു. അപ്പോൾ ഏതൊരു മതപാരമ്പര്യങ്ങൾക്കകത്തും ആ ഒരു ജ്ഞാനത്തിൻ്റെയോ റിക്കളക്ഷൻ്റെയോ കണ്ണുപൂട്ടിയുള്ള ഒരു ക്രമം സാധ്യമാണ്. ഒപ്പം ആചാരത്തിൻ്റെയും ബാഹ്യമായ കർമ്മങ്ങളുടെയും ഇടപെടലിൻ്റെയും ബന്ധങ്ങളുടെയും ഒക്കെ മറ്റൊരു തലവും സാധ്യമാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഇതിൻ്റെ വേർതിരിവുകൾ കൃത്യമായിട്ട് ആദ്യകാലം തൊട്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. വിശേഷിച്ചും യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം യേശു പത്രോസിനോട് പറഞ്ഞൊരു വാക്ക് ഈ 2 ധാരകളുടെ ഒരു ആവിർഭാവത്തെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ പരിണാമത്തെക്കുറിച്ചൊക്കെ ഉള്ള ധാരണ തരുന്ന, സൂചന തരുന്ന വാക്കാണ്. പത്രോസിനെ തൻ്റെ ആടുകളുടെ കാവൽക്കാരനായിട്ട് യേശു നിശ്ചയിക്കുമ്പോൾ, നീ എൻ്റെ ആടുകൾ മേയ്ക്കുക എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നമ്മളിപ്പോൾ കരുതുന്ന വിധത്തിലുള്ള ആ പേപ്പസിയുടെ ഒക്കെ തുടക്കമെന്ന് കരുതപ്പെടാവുന്നൊരു വാക്ക് വായിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നീട് വായിച്ചു കേൾക്കുന്ന വാക്കിതാണ്. യേശുവിൻ്റെ അടുക്കൽ പത്രോസ് മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, ഈ യോഹന്നാന് എന്ത് സംഭവിക്കും? യോഹന്നാൻ, നിങ്ങൾ സുവിശേഷം പഠിക്കും, നിങ്ങൾക്കറിയാൻ പറ്റും, വളരെ സൈലൻ്റായൊരു മനുഷ്യനാണ്. തൻ്റെ സിഗ്നേച്ചർ എങ്ങും വിടാനായിട്ട് താല്പര്യപ്പെടാത്തൊരു മനുഷ്യനാണ്. തോമസ് അക്കംബിസിനെ കുറിച്ച് പറയുന്നതാണ്, ക്രിസ്ത്യാനിവരണം എഴുതിയതിന് ശേഷം ആ എഴുത്തിന് താഴെയായിട്ട് തൻ്റെ കയ്യൊപ്പിടാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ മനുഷ്യൻ വല്ലാതെ വിറങ്ങലിച്ചു പോയെന്നാണ് പറയുന്നത്, വല്ലാതെ വിറച്ചു പോയെന്നാണ് പറയുന്നത്. കാരണം ഒന്നിനും മീതെയും തൻ്റെ കയ്യൊപ്പിടാൻ ബലമില്ലാത്ത വിധത്തിൽ അഗാധമായ ആഴമുള്ള ജീവിതമുള്ള മനുഷ്യരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ തൻ്റെ പേര് പോലും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അകപ്പാടെ പറയുന്നത് ക്രിസ്തു സ്നേഹിച്ചത് ശിഷ്യൻ എന്ന് മാത്രമാണ്. അത്രയും ഈ അണിയറയിൽ നിൽക്കാനായിട്ട് താല്പര്യമുള്ള, അരങ്ങിലേക്ക് വരാനായിട്ട് ഒരു തരത്തിലും മനോഭാവമോ താല്പര്യമോ ആഭിമുഖ്യമോ ഇല്ലാത്തൊരു മനുഷ്യൻ്റെ പേരാണ് യോഹന്നാൻ. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ചാണ് പത്രോസ് ചോദിക്കുന്നത്, ഇയാൾക്കെന്ത് സംഭവിക്കും? യേശു പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വരുവോളം അവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ നിശ്ചയമെങ്കിൽ നിനക്കെന്താ? എൻ്റെ അർത്ഥം എന്താണ്? ഏതോ ഒരു കാലത്തിൽ എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടം വരെ 2 ധാരകൾ ശക്തമായിട്ടുണ്ടാകും. ഒന്നിങ്ങനെ കുറേ കൂടി മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന, ചട്ടങ്ങളിലുള്ള, സമ്പ്രദായങ്ങളുള്ള, കൃത്യമായ ഹൈറാർക്കിയുള്ള ഒരു കാര്യം. ഒരർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അത്തരം ചില ഭൗതിക സാഹചര്യങ്ങളോ പ്രായോഗികമായ നിർദ്ദേശങ്ങളോ സൂചനകളോ മോണിറ്ററിങ്ങോ നേതൃത്വമൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെ.
പക്ഷേ അപ്പോഴും ഓർമ്മിക്കണം, ഇതിൻ്റെ സോളെന്ന് പറയുന്നത് യോഹന്നാനെ കണക്കുള്ള മനുഷ്യരാണ്. സഭ ശരീരമാണെന്ന് നമ്മൾ പറയുമ്പോൾ ശരീരത്തിന് ഹൃദയം വേണ്ടേ? ഹൃദയം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ കെട്ടിപ്പൊക്കുന്ന വലിയ ദേവാലയങ്ങളോ വലിയ നമ്മൾ പങ്കുചേരുന്ന കൺവെൻഷൻ പന്തലുകളോ വലിയ തീർത്ഥാടനാലയങ്ങളോ നമ്മളുടെ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളോ ഒക്കെ ഇതിൻ്റെ ഹൃദയമാണെന്ന് ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നു അവിടെ ഇവിടെയൊക്കെ കണ്ണുപൂട്ടിയിരിക്കുന്ന മനുഷ്യരാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള സഭാപാരമ്പര്യത്തിൽ സന്യാസം എന്നൊക്കെ പറയുന്നവർ, മരുഭൂമിയിലൊക്കെ പോയി പാർത്തവർ, ഈ മരുഭൂമിയിലൊക്കെ പോയി തപസ് ചെയ്തവരെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഒരു കുർബാന ചിലപ്പോൾ കാണാൻ പറ്റില്ലാത്തതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്ന മനുഷ്യരുണ്ട്. നമുക്കതിൻ്റെ ഗൗരവം അറിയാം. പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെ എത്രയോ കാലമായിട്ട് ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പാർത്ത് സന്യാസ പാരമ്പര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ തങ്ങളുടെ അനുദിന ഭക്തി ജീവിതത്തിനപ്പുറമായിട്ട് ചില ആന്തരിക സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ആരംഭിച്ച താല്പര്യപ്പെട്ട മനുഷ്യരെ പ്രതിദാനം ചെയ്യുന്ന പേരാണ് യോഹന്നാൻ. അവരിപ്പോഴുമുണ്ട്. എവിടെയൊക്കെയോ കണ്ണുപൂട്ടി നമ്മുടെയൊക്കെ ആ നാട്ടുപരിസരങ്ങളിൽ പാവപ്പെട്ട അമ്മമാരായിട്ടും പണി ചെയ്യുന്ന അപ്പച്ചന്മാരായിട്ടും ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലേക്ക് വരാൻ പറ്റാതെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ആയിട്ട് അവരും ഉണ്ടായിരിക്കും നിശ്ചയം. അവരാണ് വാസ്തവത്തിൽ ഇത്തരം ചില കാര്യങ്ങളിലെ പുളിമാവ്. ഈ പുളിമാവാണ് സഭയ്ക്ക് ഭംഗി കൊടുക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച കണക്ക് സഭയുടെ ചങ്ക അത്. അതിനകത്തു നിന്നാണ് എല്ലാ പ്രചോദനങ്ങളും എല്ലാ ജീവിത നിലപാടുകളും ആഭിമുഖ്യങ്ങളും ഒക്കെ സംഭവിക്കേണ്ടത്. ഏറ്റവും ലളിതമായിട്ട് ഈ അകവും പുറവും മനസ്സിലാക്കാനുള്ള ഒരു സൂചന ഇതാണ്. നിങ്ങൾ പങ്കുചേരുന്ന ആ ആത്മീയ ജീവിതക്രമം നിങ്ങളെ കണ്ണുപൂട്ടാൻ സഹായിക്കുന്നു, അതോ കണ്ണ് തുറന്നിരിക്കാൻ മാത്രം പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കുമോ? കുറേ കൂടി ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുന്ന മനുഷ്യരുടെ കാലം വരാനിരിക്കുന്നു. യേശു കടപ്പുറത്തിരുന്ന് പഠിപ്പിക്കുന്ന കണക്കാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വാതിലടച്ച് പ്രാർത്ഥിക്കുക. കടപ്പുറത്തൊക്കെ തന്നെ പശ്ചാത്തലമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ പോലും കടപ്പുറത്തെ പല വീടുകൾക്കും വാതിലില്ല. അടുത്ത കാലത്ത് നമുക്കൊക്കെ വലിയ ചങ്കുവേദന നൽകിയ ഒരു പെൺകുട്ടിയുടെ വീടിനെക്കുറിച്ച് നമ്മളത് വായിക്കുന്നുണ്ട്. അവൾക്ക് വാതിലില്ലായിരുന്നു. വാക്കത്തി ഇങ്ങനെ തന്നോടൊപ്പം സൂക്ഷിക്കേണ്ടി വരുന്ന വിധത്തിൽ അരക്ഷിതാവസ്ഥയുള്ളൊരു സ്ത്രീ. അപ്പം നമ്മുടെ കാലങ്ങളിൽ പോലും വീടുകൾക്ക് വാതിലില്ലാതെ പോകുമ്പോൾ ഒരു മരപ്പണിക്കാരൻ കട്ടമരത്തിലിരുന്ന് പാവപ്പെട്ട മീൻപിടുത്തക്കാരോട് വാതിലടക്കാൻ പറയുന്നതിന് പൊരുൾ എന്താണ്? കാര്യം വളരെ ലളിതമാണ്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊട്ടിയടക്കുക, ഷട്ട് യുവർ സെൻസസ്. വിശേഷിച്ചും കണ്ണ് പൂട്ടാനുള്ളൊരു പരിശീലനം. കണ്ണെന്ന് പറയുന്ന ആനവാതിലാണ്. അതിലൂടെയാണ് ആനയും പാപ്പാനും ഒക്കെ നമ്മുടെ രംഗിലേക്ക് പ്രവേശിക്കുക. ഇത്തിരി നേരം ഒന്ന് കണ്ണുപൂട്ടിയിരിക്കാനുള്ളൊരു പ്രേരണ തരാത്ത ഒരു മതവിചാരം ഇനിയും വികാസം പ്രാപിക്കാത്ത ഒന്നാണെന്നുള്ള ഒരു തോന്നലുണ്ടായ നല്ലതാണ്. കാരണം അവിടെ നിന്ന് ആരംഭിച്ചത്. ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഒരു ചിത്രം കൊണ്ടുവരാറുണ്ട്. യേശു ഇത് പറഞ്ഞതിന് ശേഷം മനുഷ്യരിങ്ങനെ കണ്ണുപൂട്ടിയിരിക്കാൻ തുടങ്ങി. കഞ്ഞി ഈ പാകം ചെയ്യുന്നതിനിടയിൽ സ്ത്രീകൾ അടുപ്പിൻ്റെ പാതകത്തിൽ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കാൻ തുടങ്ങി. മീൻ വിൽക്കുന്ന അമ്മമാരിങ്ങനെ കണ്ണുപൂട്ടിയിരിക്കാൻ തുടങ്ങി. കട്ടമരത്തിലിരിക്കുന്ന മനുഷ്യർ കണ്ണുപൂട്ടിയിരിക്കാൻ തുടങ്ങി. ഒരു നിമിഷം ഒന്ന് കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. കാരണം കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ അഭിമുഖീകരിക്കേണ്ടതായ ബാധ്യത വരുന്നു. നമ്മൾ ഓരോ നിമിഷവും ലോകത്തെ മാത്രം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹോട്ടലിലെ ഒരു വെയിറ്റർ എന്ന നിലയിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും എത്ര പേരെ പുഞ്ചിരിച്ച് കാണിക്കുന്നത്, എത്ര പേർക്കാണ് കൈനീട്ടുന്നത്? എന്നിട്ടോ അവനവനിലേക്ക് നോക്കാനോ അവനവനിലേക്കൊന്ന് കൈനീട്ടാനോ അവനവനോട് റിലേറ്റ് ചെയ്യാനോ പറ്റില്ലെങ്കിൽ വല്ലാത്ത ഒരു കൂപ്പ്, വല്ലാത്തൊരു കെണി നമ്മുടെ മുമ്പിലില്ലേ? അവനവനെ അഭിമുഖീകരിക്കാൻ നമുക്ക് ഭയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ മനുഷ്യർ നിശബ്ദയൊക്കെ ഇത്ര ഭയപ്പെടുക. ദീർഘമായൊരു യാത്രയിൽ 1-2 ദിവസം കഴിയുമ്പോൾ മനുഷ്യർ ഈ വായിച്ചു തീർത്ത പത്രങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുന്ന കണ്ടു ട്രെയിനകത്ത്. കാരണം ഒരു നിമിഷം വെറുതെ ഇരിക്കാൻ പറ്റുന്ന പരിശീലനമോ അനുശീലനമോ നമ്മുടെ മതപാരമ്പര്യങ്ങളിൽ ഇപ്പോഴും ലഭിക്കുന്നില്ല. കുറേ കൂടി ആ തച്ചൻ്റെ മൊഴികൾ അകത്തേക്ക് നോക്കാനുള്ള ക്ഷണത്തെ ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. കണ്ണുപൂട്ടിയിരിക്കുക. ആദ്യമൊക്കെ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ പിന്നീട് വളരെ കൃത്യമായ ഒരു ശബ്ദം കേട്ടു തുടങ്ങും. അടുത്തവരിങ്ങനെയാണ് അകത്തുള്ള ഒരാളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുക. എന്തൊരു വാക്കാത്! ഓരോരുത്തരുടെ ഉള്ളിൽ ഒരാളുണ്ട്. അത് ഈശ്വര ശബ്ദമെന്നോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന താല്പര്യങ്ങളെന്നോ മമതകളെന്നോ ഒരു ക്വാളിറ്റി ഒരു മനുഷ്യൻ. ഈ ക്വാളിറ്റി മനുഷ്യനെ അഭിമുഖീകരിക്കാതെ നമ്മൾ പോകുന്ന കഷ്ടമല്ലേ? കുറേ കാലം മുമ്പ് ഒരു പുസ്തകം എഴുതുമ്പോൾ, മഹദ്ഗുരുകളെക്കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ ഗുരു നിത്യേജൻ എഴുതിയ ആ പുസ്തകത്തിനിട്ട പേര് ഉള്ളിൽ കിന്നാരം പറയുന്നവരെന്ന. അതിനകത്ത് ഒത്തിരി പേരെ പരാമർശിക്കുന്നുണ്ട്. അഭിനവഗുപ്തനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അഭിനവഗുപ്തൻ എന്നൊക്കെ പറയുന്നത്
നവരസങ്ങളിൽ ആ 9ാമത്തെ രസം ഇങ്ങനെ സങ്കല്പിച്ചെടുത്ത മനുഷ്യനാണ് കരുണം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ആ മനുഷ്യരുമായിട്ടുള്ള കിന്നാരം പറഞ്ഞ ഒരാളായിരിക്കണം യതി എന്നുള്ളത് നിശ്ചയമായിട്ട് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒത്തിരി വലിയ മനുഷ്യരോട് കിന്നാരം പറയാനുണ്ട്. നമ്മൾ ചെറിയ പ്രായങ്ങളിലൊക്കെ എത്ര പേര് പഠിച്ചിട്ടുണ്ട്, എത്ര പേരെ വായിച്ചിട്ടുണ്ട്, എത്ര പേരെ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ അകത്തിരുന്ന് കിന്നാരം പറയാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് പറ്റുന്നൊരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇതിങ്ങനെ മുമ്പോട്ട് പോവുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും യേശു കലഹിക്കുന്നത് ഈ ബാഹ്യമായ ചില കാര്യങ്ങളോടൊപ്പമാണ്. ഒരു കപ്പ് എടുത്തിട്ട് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഈ കപ്പിൻ്റെ പുറത്തെക്കുറിച്ച് മാത്രം എന്ത് ഇത്രയും വ്യാകുലപ്പെടുക, പിന്നെ അകം ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താ വിമിട്ടപ്പെടാത്തത്? അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് ഭാരം ഉണ്ടാകാതിരിക്കുക? വല്ലാത്തൊരു വിഷമം അടുത്ത കാലത്തായിട്ട് കാണുന്നത് ഈ ബാഹ്യാചാരങ്ങളിലൊക്കെ ഉള്ളൊരു താല്പര്യമാണ്. വിശേഷിച്ചും നമ്മുടെ പെരുന്നാളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറേ കൂടി നിഷ്കർഷയോട് ചേർന്ന മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പതുക്കെ അകത്തിൽ നിന്ന് വീണ്ടും അകന്നു പോവുകയാണ്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ പരിണാമങ്ങളിലൊക്കെ ഇത്തരം ആചാരങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. അല്പം പോലും തർക്കമുള്ള വിഷയമല്ല. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റിലേറ്റിംഗ്. പലതുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു കലയുടെ പേരാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തരം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരുപക്ഷെ പള്ളിമുറ്റത്തോ ക്ഷേത്ര പരിസരത്തോ വെച്ച് നടക്കുന്ന ഒരു വെടിമരുന്ന് പ്രയോഗത്തിന് പോലും പ്രസക്തി ഉണ്ടാകും. പക്ഷേ കുറേ കൂടി റിഫൈൻഡ് ചെയ്യപ്പെട്ട കാലത്തിനകത്ത് ഇതൊക്കെ അത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ടോ? വെറ്റിലേറിയുന്നതും അല്ലെങ്കിൽ പൂവൻകോഴി നേർച്ചയായിട്ട് കൊടുക്കുന്നതും കപ്പലോട്ടം നടത്തുന്നതും ഒക്കെ ഒരു സാമൂഹ്യ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു കർമ്മത്തിലുപരിയായിട്ട് അതിനെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വളരെ സ്പിരിച്വലായിട്ട് ഗണിക്കേണ്ട കാര്യമുണ്ടോ? ഒരുപക്ഷെ പതുക്കെ പതുക്കെ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ഇത്തരം ചില കാര്യങ്ങൾ നകന്നു പോകുന്നതും അതുവഴി ക്രിസ്തുവിനെ പരിചയപ്പെടാനുള്ള അവരുടെ സാഹചര്യങ്ങൾക്ക് അവരകത്തുനിന്ന് തഴുതിടുന്നതുമൊക്കെ ഇത്തരം ചില കാര്യങ്ങളുടെ ബാഹുല്യം കൊണ്ടാണോ? അപ്പോൾ ഈ ബാഹ്യലോകത്തിൻ്റെ ആ ഒരു ബാഹുല്യം വാസ്തവത്തിൽ ആന്തരിക ലോകത്തെ ശുഷ്കമാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുന്ന ഒരു പുണ്യവാനുണ്ട്, സെൻറ് തോമസ്. അത് എനിക്ക് തോന്നുന്നു അകവുമായി ബന്ധപ്പെട്ട് ജീവിച്ച മനുഷ്യ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ധൈര്യമായിട്ട് പറയാനായിട്ടുള്ള ബലമുണ്ടാവില്ല. നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. എൻ്റെ അർത്ഥം എന്താണ്? ജീവിക്കുന്നതും മരിക്കുന്നതും ഒരേപോലെ എന്നൊരാൾ കരുതുകയാണെങ്കിൽ, പൗലോസൊക്കെ പറയുന്ന കണക്ക് രണ്ട് തരത്തിൽ എനിക്ക് അവനോടൊപ്പം ജീവിക്കാം. ഒന്നെങ്കിൽ മരിച്ച് ജീവിക്കാം, മരിച്ച് അവനോടൊപ്പം നിത്യതയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ മണ്ണിലായിരിക്കുമ്പോൾ അവനോടൊപ്പം ആയിരിക്കാം എന്ന മട്ടിൽ ജീവനോ മരണമോ കാര്യമായ വ്യത്യാസമുണ്ടാക്കാത്ത മനുഷ്യർക്ക് മാത്രമേ മരിക്കാൻ ധൈര്യം ഉണ്ടാവൂ. എൻ്റെ അർത്ഥം വലിയ അഗാധ ലോകത്തിൻ്റെ ഉടമയായിരിക്കണം ഈ മനുഷ്യൻ. പിന്നെയും ചില സൂചനകൾ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ബാക്കി ഉള്ള അപ്പോസ്തലന്മാർ വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യൻ തെരുവിലൊരാളെ ആയിരിക്കുക എന്നർത്ഥം അയാളിങ്ങനെ ദൈവാനുഭവത്തിൽ നിന്നോ ദൈവധാനത്തിൽ നിന്നൊക്കെ അകന്നു പോകുക എന്നുള്ളതല്ല. മറിച്ച് അയാൾ എത്തിയിരിക്കുന്ന ആ ഒരു ഉന്നതമായ കുലീനമായ ആത്മീയ വിചാരത്തിൽ അയാൾക്കിപ്പോൾ തെരുവ് പോലും പ്രാർത്ഥനാലയമായി മാറുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് ഈ ബാഹ്യമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ ആ ഒരു തങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് വലിയ ഉറപ്പുകൾ ആവശ്യമുണ്ട്. ഇവർക്കാവട്ടെ അത്തരം ഉറപ്പുകൾ ആവശ്യമില്ല. കടപ്പുറത്തൊക്കെ പറയുന്ന കണക്ക് കടൽ കരയെ രൂപപ്പെടുത്തുന്ന കണക്കാണ് ദൈവം ചില മനുഷ്യരെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെയാണ്? കടൽ എങ്ങനെയാണ് മണ്ണിന് രൂപപ്പെടുത്തുന്നത്, കരയെ രൂപപ്പെടുത്തുന്നത്? ഓരോ ദിവസം ഇങ്ങനെ പിൻവാങ്ങിയ ഇത് കണക്ക് അനുദിന ജീവിതത്തിനകത്ത് ദൈവികമായ ചില അടയാളങ്ങളും സയൻസും ഒക്കെ ഇല്ലാതെ പോകുമ്പോഴും പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ആഴപ്പെടുകയാണെന്നൊരു തോന്നൽ വരുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് വലിയുന്ന കടൽ. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞില്ലെന്നുള്ളതല്ല. പക്ഷേ വ്യവഹാര ജീവിതത്തിൻ്റെ എല്ലാ ഭാഷകളും എടുത്തുകൊണ്ട് തന്നെ ആന്തരിക ജീവിതം ജീവിക്കുന്ന മനുഷ്യർ എല്ലാവരും പൂട്ടിയ മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തെരുവിലാണ്. അതിൻ്റെയൊക്കെ അർത്ഥം അഗാധമായ ആന്തരിക ലോകത്തെ സൃഷ്ടിച്ചെടുത്തൊരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ വേണം നമ്മൾ തോമസിനെ വായിച്ചെടുക്കാനായിട്ട്. എല്ലാത്തിനകത്തും ഒരു പുനർവായന സാധ്യമാണ്. വിശേഷിച്ചും നമ്മുടെ നാട്ടിൽ തന്നെ മലകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ മനുഷ്യൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൊല്ലപ്പെട്ട മലയുണ്ട്, മലയാറ്റൂർ മലയുണ്ട്. എങ്ങനെയാണ് ഈ മല ഇത്ര പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്? ഇതൊക്കെ ഇങ്ങനെ അഗാധമായ ആന്തരിക ലോകമുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളാണ്. അവർക്ക് തങ്ങളിലോട്ട് തന്നെ പിൻവാങ്ങിയിരിക്കാൻ പറ്റുന്ന ഇടങ്ങളോ പരിസരങ്ങളോ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നു. ആ ഒരു ആന്തരികതയിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്ത് ആന്തരികയിൽ നിന്ന് തളർത്ത 2000 വർഷങ്ങളുടെ പെരുമ പറയുന്ന പഴമ പറയുന്ന ഒരു ക്രിസ്ത്യാനിറ്റി, ഒരു കേരള ക്രൈസ്തവ്യത അല്ലെങ്കിൽ ഭാരതീയ ക്രൈസ്തവീയത എന്തുമാത്രം ഈ അകത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ വിഷമിപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പോഴും അതിങ്ങനെ ആചാരങ്ങളിലൊക്കെ കുരുങ്ങുന്നതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഒത്തിരി കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ
പുറത്ത് പണിയുന്ന പള്ളികളെക്കുറിച്ചൊക്കെ ഉള്ള ചില തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് പോലും ഈ അകത്തെ പള്ളിയെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ പുറത്തൊരു പള്ളി പണിയുന്നതിനെക്കുറിച്ച് നിങ്ങളൊക്കെ നല്ല വീടുകൾ വെക്കുമ്പോൾ മനുഷ്യ ആരാധിക്കാനുള്ള ഇടം ഇങ്ങനെ മോശപ്പെട്ടതാണെന്നുള്ള ഒരു ശാഠ്യമില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചില കാര്യങ്ങൾക്കകത്ത് ചില കാര്യം തിരിച്ചു പറയാൻ ശ്രമിക്കുന്നത്? ഒക്കെ ഇങ്ങനെ പുറത്തുള്ളതാണെന്ന് കരുതി തുടങ്ങുമ്പോൾ വല്ലാത്തൊരു പാപ്പരത്വം, വല്ലാത്തൊരു ശൂന്യത അകത്തുണ്ടാകുന്നു. അപ്പോൾ കുറേ കൂടി ഇങ്ങനെ അകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ഒരു സഭയായിട്ട് ഇതെപ്പോഴാണ് രൂപപ്പെടുക? കുറേ കൂടി യോഹന്നാൻ സജീവമാവട്ടെ. റാബിയ ഇങ്ങനെ തൻ്റെ കുടിലിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ റാബിയയുടെ സ്നേഹിതൻ പുറത്തു വന്നിട്ട് വിളിക്കുന്നുണ്ട്, റാബിയ പുറത്തു വാ, പുറത്തു നല്ല വെയിലാണ്. വല്ലപ്പോഴും മാത്രം വെയിൽ വരുന്ന ഒരു ഭൂപ്രദേശത്താണ് ഇവരുടെ പാർപ്പ്. അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട്, കണ്ണടച്ചാൽ എൻ്റെ അകത്ത് തെളിയുന്ന വെട്ടത്തോളം വരില്ല പുറത്തുള്ളൊരു വെട്ടവും. അവനവൻ്റെ ഉള്ളിലെ പ്രകാശത്തിലേക്ക് നോക്കാനുള്ള പ്രേരണ കുറേ കൂടി ഉണ്ടാവട്ടെ. ഇത് നമ്മളായിട്ടുണ്ടാക്കിയ ഭേദഗതികളല്ല, നമ്മളായിട്ടുണ്ടാക്കിയ വ്യാഖ്യാനങ്ങളല്ല, ആ മരപ്പണിക്കാരനായിട്ട് തുടങ്ങി വെച്ച ഒരു രീതിയാണ്. അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട മനുഷ്യർ അവന് ചുറ്റും കൂടിയിട്ട് ചോദിച്ചു, എവിടെയാ ദൈവരാജ്യം? അവിടുന്ന് അവരുടെ കണ്ണുകളിലേക്ക് വിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ദൈവരാജ്യമോ അത് നിൻ്റെ ഉള്ളിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു. അവരിങ്ങനെ കണ്ണ് മുറുക്കെ അടച്ചു, എന്നിട്ടിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകുക. എന്തൊക്കെയാണ് ഈ മരപ്പണിക്കാരൻ നമ്മളോട് പറഞ്ഞു തരുന്നത്? അവിടെയാണ്, ഇവിടെയാണ്, ആ ആചാര്യനോടൊപ്പമാണ്, ആ വേദഗ്രന്ഥത്തിലാണ്, ആ പുണ്യാശ്രമത്തിലാണ്, ആ ധ്യാനകേന്ദ്രത്തിലാണ്, ആ തീർത്ഥാടനത്തിലാണ്, ആ ആചാരത്തിലാണ് എന്നൊക്കെ കാലാകാലങ്ങളായിട്ട് മനുഷ്യർ കരുതിയിരുന്ന കാര്യം ഇപ്പോൾ ഇയാൾ പറയുന്നു നമ്മുടെ ചങ്കിലാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ അർഹിക്കുന്ന ഈ തിരുവചനമാണ് ഒരുപക്ഷെ തീരെ ചർച്ച ചെയ്യപ്പെടാതെ പോവുക. സെൻറ്റ് തോമസിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം ഒരു വലിയൊരു സഭയ്ക്ക് കൃത്യമായിട്ട് വേരുകളും ഇലകളും ശാഖകളുമുള്ളൊരു വലിയൊരു സഭയുടെ വിത്ത് നൽകിയ ഒരു മനുഷ്യനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആകവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില വിചാരങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനവൻ്റെ വെട്ടത്തിൽ ജീവിക്കാൻ പ്രേരണ ലഭിക്കുന്നവർ അതിലോട്ടാവട്ടെ. അതിന് പറ്റാത്തവർക്ക് നിശ്ചയമായിട്ടും തങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാം. ഒന്നിനകത്തും ഒരു വഴിയല്ല, പല വഴികൾ സാധ്യമാണെന്നാണല്ലോ ആ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആമേൻ.